ഹായ് ഫ്രണ്ട്സ്, ഈ വരുന്ന 2025 ഡിസംബർ 9-11 തീയതികളിൽ നടത്താനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? കേരള ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ ഇത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള പ്രത്യേക സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. പലരുടെയും പേര് ഇതിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തതായിട്ടും ഡിലീറ്റ് ചെയ്തതായിട്ടും കാണപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, പേജ് ഫോളോ ചെയ്യാതെ കമൻറ്റിലുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഇവിടെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കണ്ണൂർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തൊട്ട് താഴെ ഇവിടെ ലോക്കൽ ബോഡി എന്ന ഭാഗമുണ്ട്. നിങ്ങൾ പ്രോപ്പർ കണ്ണൂർ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലമാണോ ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കണ്ണൂർ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, വാർഡ്. കണ്ണൂരിൽ ഏത് വാർഡാണ് അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വാർഡ് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ താഴത്തെരു എന്ന വാർഡാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ വാർഡ് നമ്പർ കാണാൻ സാധിക്കും. ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ പോളിംഗ് സ്റ്റേഷൻ എന്ന ഭാഗമുണ്ട്. താഴത്തെരുവിൽ പോളിംഗ് സ്റ്റേഷനൊക്കെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. നോർത്തും സൗത്തും 2 പോളിംഗ് സ്റ്റേഷനാണ് ഉള്ളത്. ഞാനിപ്പോൾ സൗത്ത് പോളിംഗ് സ്റ്റേഷൻ ഇവിടെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ലാംഗ്വേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്നും മലയാളമാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് ക്യാപ്ച എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ടും നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൃത്യമായിട്ടും ആ ഒരു ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സെർച്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആ വാർഡിലുള്ള കംപ്ലീറ്റ് വോട്ടർ പട്ടിക ഇവിടെ നിങ്ങൾക്ക് റെഡിയായി കാണും. ഓക്കെ, ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ ലോക്കൽ ബോഡിയും വാർഡ് നമ്പറും എല്ലാം കാണാൻ സാധിക്കും. നിങ്ങളുടെ പേര് ഇതിലുണ്ടോ എന്ന് നോക്കുക. ചില പേരുകളൊക്കെ ഇവിടെ ഷിഫ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് റെഡ് കളറിൽ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഷിഫ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിലേറ്റഡ് എന്നും കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിലൊക്കെ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കൃത്യമായിട്ടും നിങ്ങളുടെ മേൽവിലാസവും അതുപോലെ തന്നെ വാർഡ് നമ്പറും എല്ലാം നിങ്ങൾക്ക് വലത്തോട്ടേക്ക്, അതായത് വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ അഡ്രസ് പ്രകാരം നിങ്ങളുടെ പേര് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ ഇല്ലേ എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഈ കഴിഞ്ഞ 2025 നവംബർ 14 ഈ ഒരു വോട്ടർ ലിസ്റ്റിന്റെ അന്തിമ തീരുമാനം പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് ഇപ്രാവശ്യത്തെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇനി പേര് ചേർക്കാൻ സാധിക്കില്ല. അടുത്തുള്ള മുനിസിപ്പൽ ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ അവിടെ ഉണ്ടാകും. അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതിനുള്ള പ്രൂഫുകളുമായിട്ട് നിങ്ങൾ പോകണം. അതായത് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന, അഡ്രസ്സ് തെളിയിക്കുന്ന, പേര് തെളിയിക്കുന്ന അങ്ങനെയുള്ള പ്രൂഫുകളുമായിട്ട് നിങ്ങൾ അവിടെ പോയാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് അടുത്ത ഇലക്ഷനിൽ പേര് ചേർക്കാൻ സാധിക്കും. ഇനി അനധികൃതമായിട്ടാണ് നിങ്ങളുടെ പേര് ഇതിൽ നിന്നും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. കോടതിയെ സമീപിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെതായ പ്രൂഫുകളുമായിട്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത പേര് തിരിച്ച് അതിലേക്ക് വീണ്ടും ചേർക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.